നമ്മൾ പലപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, ആരെങ്കിലും എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ അതങ്ങ് കണ്ണടച്ച് വിട്ടാൽ, അപ്പോൾ നമ്മുടെ സ്വന്തം വീട്ടിൽ തന്നെ ആയിരിക്കും, അത് കണ്ണടച്ച് അങ്ങനെ കണ്ട് വിട്ടാൽ അത് എവിടെയെങ്കിലും പോട്ടെ എന്ന് വിചാരിച്ചാലാണ് നമ്മുടെ വീട്ടിൽ സമാധാനം ഉണ്ടാവുക എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഈ തെറ്റിന് നേരെ നമ്മൾ കണ്ണടച്ച് വയ്ക്കും, അത് പോട്ടെ എന്ന് വിചാരിക്കും. അത് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അതിനേക്കാളും വലിയ കാര്യം അവൻ ചെയ്യും. അപ്പോഴും നമ്മൾ കടിച്ചു പിടിച്ച് നിൽക്കും. പിന്നെയും കുറച്ച് കഴിയുമ്പോൾ എന്താവും, നമുക്ക് സഹിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ എത്തും, നമ്മൾ പൊട്ടിത്തെറിക്കും. അതുവരെ നമ്മൾ കാത്തു കൊണ്ടുവന്ന ഈ സമാധാനം ഉണ്ടല്ല, പിന്നെ പരിഹരിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള വലിയ പ്രശ്നമായിട്ട് മാറും. ഇന്നത്തെ വചനത്തിൽ പറയുന്ന സുഭാഷിതങ്ങളുടെ പുസ്തകം 10-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം, തെറ്റിന് നേരെ കണ്ണടയ്ക്കുന്നവൻ ഉപദ്രവം വരുത്തി വെക്കും. ഉപദ്രവമാണ് അവൻ വരുത്തി വെക്കുന്നത്. ഈ സ്വയം ഉപദ്രവം വരുത്തി വെക്കും, നാട്ടുകാർക്ക് ഉപദ്രവം വരുത്തി വെക്കും. ധൈര്യപൂർവ്വം ശാസിക്കുന്നവനാകട്ടെ സമാധാനം സൃഷ്ടിക്കും. ആ ധൈര്യം ആ സമയത്ത് നമ്മൾ എടുത്തില്ലെങ്കിലുണ്ടല്ല, നമ്മുടെ ജീവിതകാലം മുഴുവനുള്ള സമാധാനമാണ് നമ്മൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്. പറയാനുള്ള കാര്യങ്ങൾ അതങ്ങ് പറഞ്ഞ് തീർക്കാനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സ് കാണിക്കുന്നത്. തെറ്റ് തിരുത്താനുള്ള ധൈര്യമാണ് നമ്മൾ കാണിക്കുന്നത്. തെറ്റ് ചൂണ്ടിക്കാണിക്കാനുള്ള ധൈര്യമാണ് നമ്മൾ കാണിക്കുന്നത്. ഈശോ നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.